ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ഡിയോ BS6 മോഡൽ വണ്ടി നമ്മൾ ജനറൽ സർവീസായിട്ട് വർക്കിന് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ജോബ് കാർഡിൽ പറഞ്ഞേക്കണ വർക്കുകൾ എന്ന് പറഞ്ഞാൽ ജനറൽ സർവീസ് ചെയ്യണം, അതേപോലെ എഞ്ചിൻ ഓയിൽ മാറ്റണം, റണ്ണിങ്ങിൽ ഓഫായി പോകണ കംപ്ലയിൻറ്റ് പറയുന്നുണ്ട്. ഏകദേശം 12 കിലോമീറ്ററൊക്കെ ഓടി കഴിയുമ്പോഴാണ് ആ കംപ്ലയിൻറ്റ് പറയണേ. പിന്നെ ബാക്ക് സൈഡിൽ നിന്ന് ഒരു സൗണ്ട് വരുന്നുണ്ട്, ഒരു കിലുക്കം പോലത്തെ ഒരു സൗണ്ട് വരുന്നുണ്ട്. ഫുഡ് റെസ്റ്റ് ബാക്കിലത്തെ ലെഫ്റ്റ് ഫുഡ് റെസ്റ്റ് കിടന്ന് ഇളകണുണ്ട്, 15 ഡേയ്സ് പറഞ്ഞിട്ടുണ്ട്. ബ്രേക്ക് ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട്, അതായത് സൗണ്ടായിരിക്കണം ബ്രേക്ക് ചെക്കപ്പിൻ്റെ ഡേയ്സ് പറഞ്ഞാൽ. പിന്നെ ഓൾറെഡി മാറ്റിയ പാർട്സൊക്കെ കസ്റ്റമർക്ക് റിട്ടേൺ ചെയ്യേണ്ട കേസ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കിയപ്പോൾ നമുക്ക് മിസ്സിങ്ങിൻ്റെ കംപ്ലയിൻ്റ് ഒന്നും പ്രത്യക്ഷത്തിൽ കിട്ടിയിട്ടില്ല കേട്ടോ. നിലവിൽ 23,000 കിലോമീറ്ററാണ് ഇപ്പോൾ വണ്ടി ഓടിയത്. 23,038 കിലോമീറ്ററിനകത്ത് കാണിക്കുന്ന റീഡിങ് കേട്ടോ. അപ്പം വർക്ക് നമ്മൾ കയറ്റി ടെസ്റ്റ് ഡ്രൈവ് നമ്മൾ നടത്തി, മിസ്സിങ് കംപ്ലയിൻറ്റ് കിട്ടിയിട്ടില്ല. 12 കിലോമീറ്ററോളം ഓടിക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്രയും ഓടിച്ച് നമുക്ക് നോക്കി വർക്കിനായിട്ട് പോസിബിൾ അല്ല. പക്ഷെ സാധാരണ നമുക്ക് ഇങ്ങനെ വന്ന വണ്ടികളിൽ വന്ന കംപ്ലയിൻസിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു ഹൈ ടെൻഷൻ കോയിലുണ്ട്, ഹൈ ടെൻഷൻ കോയിലിൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ട് വരാം. പിന്നെ അതേപോലെ തന്നെ ഫ്യൂൽ പമ്പിൻ്റെ ഒരു ഫിൽറ്ററുണ്ട്, ആ ഫിൽറ്ററിൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ടും സാധാരണ രീതിയിൽ വരാറുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റിയതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ അഴിച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈൻഡർ നമുക്ക് ഇതുമ്പോൾ കിടക്കുന്നത് കമ്പനി ലൈൻഡറൊന്നുമല്ല, ഡ്യൂപ്ലിക്കേറ്റ് ലൈൻഡറാണ്. അപ്പോൾ അത് നിലവിൽ അതിൻ്റെ ഒരു ചെറിയ സൗണ്ടും കാര്യങ്ങളും ബാക്ക് സൈഡിൽ നിന്ന് വരുന്നത്, ബ്രേക്ക് പിടിക്കുമ്പോൾ ഒരു ഉരച്ചിൽ സൗണ്ടൊക്കെ വരുന്നത് ഈ ലൈനറിൻ്റെയാണ്. എന്നാൽ ഇത് ലൈനർ വലിയ പഴക്കമായിട്ടില്ല, പുതിയ ലൈനറാണ്. അപ്പോൾ തൽക്കാലം വേണമെങ്കിൽ ക്ലീൻ ചെയ്തിടാം. അതിനുശേഷം മാക്സിമം ഉപയോഗിച്ച് മാറ്റണ സമയത്ത് കമ്പനി ലൈനർ ഇട്ടാലും മതി. ഇനി അതല്ലെങ്കിൽ 100% റിസൾട്ട് വേണമെന്നുണ്ടെങ്കിൽ മാറ്റി കമ്പനി ഒറിജിനലായിട്ട് ഇടേണ്ടതായിട്ട് വരും. പിന്നെ അതേപോലെ ബാക്കിലത്തെ വീൽ പിടിപ്പിക്കുന്നത് ഈ ഒരു ആക്സിലുമാണ്. നമ്മൾ അതിൻ്റെ ഷാഫ്റ്റിൻ്റെ ബെയറിങ്ങിൻ്റെ പ്ലേ ഒക്കെ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. പിന്നെ ബാക്ക് സൈഡിൽ നിന്ന് സൗണ്ടിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് ഫുഡ് റെസ്റ്റ്, ലേഡീസ് ഫുഡ് റെസ്റ്റ് ലൂസായി കിടന്നിങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ ബാക്കിലത്തെ നമ്പർ പ്ലേറ്റ് റിബേറ്റിംഗ് ആണ്. അപ്പോൾ ആ റിബേറ്റ് ലൂസായിട്ട് കിടന്ന് ഇളകുന്നുണ്ട്. അപ്പോൾ അത് റിബേറ്റ് കളഞ്ഞതിന് ശേഷം നട്ട് ബോൾട്ടിലേക്ക് മാറ്റി പിടിപ്പിക്കാം. അപ്പോൾ ആ സൗണ്ടിൻ്റെ കേസ് ഓക്കെ ആയിക്കോളും. പിന്നെ ബാക്ക് ഹബിൻ്റെ കേസ് നോക്കി, ഹബ്ബ് നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല, നല്ല പ്രോബ്ലം ഒന്നുമില്ല കേട്ടോ. ബാക്കിലത്തെ ടയർ തീർന്ന് നടക്കുന്നതാണ്, അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചേക്കാം. ഞാൻ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നില്ല, മാറ്റുന്നുണ്ടെങ്കിൽ പറയുകയാണെങ്കിൽ അതനുസരിച്ച് അതിൻ്റെ എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസൊക്കെ വേറെ പറയാം. ഇപ്പോൾ നമ്മൾ സർവീസിൻ്റെ ഒരു എസ്റ്റിമേറ്റാണ് ഇടുന്നത് കേട്ടോ. പിന്നെ ഗിയർ ഓയിൽ നോക്കി നല്ല ഓയിലാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ അതിൻ്റെ എയർ ഫിൽറ്റർ നമ്മൾ ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അഴിച്ചാണ്. അപ്പോൾ കമ്പനി ഫിൽറ്ററൊന്നുമല്ല, ഇതുമേ കിടക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് തന്നെയാണ്, പക്ഷേ വലിയ പഴക്കമായിട്ടില്ല. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒന്ന് എയർ അടിച്ച് ക്ലീൻ ആക്കിയതിന് ശേഷം പിന്നീട് എയർ ഫിൽറ്റർ മാറ്റുമ്പോൾ ഇത് മാറ്റിയിട്ടാലും മതി. പിന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ചിട്ടുണ്ട്, ക്ലച്ച് ഗ്രീസിങ്ങിനായിട്ട് അഴിച്ചതാണ്. ക്ലച്ച് ഗ്രീസിങ്, അതേപോലെ തന്നെ അതിൻ്റെ ഏതെങ്കിലും പാർട്സോ കാര്യങ്ങളൊക്കെ ഡാമേജ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലച്ചിൻ്റെ ഭാഗം അഴിച്ചത്. കാരണം വെച്ചാൽ ഈ സൈഡ് ഓയിലോ കാര്യങ്ങളൊന്നുമില്ല, മാനുവലായിട്ട് നമ്മൾ അഴിച്ചു നോക്കണം. ബെൽറ്റ് ഡ്രൈവാണ് വണ്ടി, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചതാണ്. അപ്പോൾ ബെൽറ്റ് നമ്മൾ നോക്കുമ്പോൾ കമ്പനി ബെൽറ്റാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റ് നമ്മൾ കിടക്കണേ. അതിൻ്റെ ഈ സെൻറ്റർ ഭാഗമൊക്കെ നോക്കുമ്പോൾ ചെറിയൊരു പൊട്ടൽ പോലെയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ശരിക്കും അത് മാറ്റണമെന്നില്ല. പിന്നെ നിങ്ങളുടെ വണ്ടിയുടെ ഉപയോഗം ഓൾറെഡി കസ്റ്റമർക്ക് അറിയാൻ പറ്റുള്ളൂ, എത്രത്തോളം ലോഡ് എടുക്കുന്നുണ്ട്, എത്രത്തോളം ദൂരം വൺ ടൈം ഒരേ യൂസിങ് എത്രത്തോളം ദൂരം ഓടുന്നുണ്ട്. അതൊക്കെ അനുസരിച്ചിട്ട് വേണം നമ്മൾ ബെൽറ്റിൻ്റെ മാറ്റണോ വേണമെന്നൊക്കെ തീരുമാനിക്കാനായിട്ട്. അത്യാവശ്യം നൈറ്റൊക്കെ വണ്ടി ഓട്ടം ഉണ്ട്, നല്ല ദൂരത്തിലൊക്കെ ഓടുന്ന വണ്ടിയാണ്, അത്യാവശ്യം ലോഡൊക്കെ കയറുന്ന വണ്ടിയാണെങ്കിൽ, എപ്പോഴും ഡബിളൊക്കെ ഓടുന്ന വണ്ടിയാണെന്നുണ്ടെങ്കിൽ ബെൽറ്റ് മാറ്റി കളയണമായിരിക്കും ഏറ്റവും സേഫ്. ലോക്കൽ ഓട്ടമൊക്കെ ഉള്ളൂന്നുണ്ടെങ്കിൽ കിടന്ന് ഓടിക്കോളും, കുഴപ്പമില്ല. പക്ഷേ എപ്പോഴും ഇങ്ങനത്തെ കംപ്ലയിൻറ്റ്സ് തുടങ്ങിക്കഴിഞ്ഞാൽ അത് മാറ്റി പുതിയത് ഇടണമായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റിസ്ക് ഫ്രീ ആയിട്ട് വണ്ടി ഓടിക്കാം. ഇപ്പോൾ പൊട്ടണമെന്നുള്ളത് നോക്കി വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ബെൽറ്റിൻ്റെ കേസ് നിങ്ങൾ തീരുമാനിച്ചാൽ മതി, മാറ്റണോ ഇനി അതല്ലെങ്കിൽ നെക്സ്റ്റ് ടൈം അടുത്ത സർവീസിനും കയറുമ്പോൾ ഇതേപോലെ തന്നെയാണ് നമ്മൾ ചെക്ക് ചെയ്യണേ. അപ്പോൾ അതുകൊണ്ട് വേണമെങ്കിൽ അടുത്ത സർവീസിൽ മാറ്റിയാലും മതി, അത് നിങ്ങളുടെ തീരുമാനത്തിന് വിട്ടേക്കണം കേട്ടോ. നോക്കിയിട്ട് പറയാം, ഞാൻ എസ്റ്റിമേറ്റിൽ ബെൽറ്റ് ഉൾപ്പെടുത്തുന്നില്ല. പിന്നെ അതിൻ്റെ ക്ലച്ചിൻ്റെ ഭാഗങ്ങൾ ഓരോന്ന് നോക്കണുണ്ട്. അപ്പോൾ ഇവിടെ റോളർ, പിന്നെ വേരിയേറ്റർ ബോഡിയൊക്കെ നോർമൽ തേയ്മാനങ്ങളൊക്കെ ഉള്ളൂ. പക്ഷേ അതിനകത്ത് ഈ ഒരു ബുഷിന് തേയ്മാനം ഒരല്പം കൂടുതലാണ്. ഇവിടെ ഒരു ചെറിയ സ്റ്റെപ്പ് പോലെയൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമുക്കൊരു 100 താഴെ നമുക്കിതിന് വരും. പീസ് സ്ലൈഡ് എന്ന് പറയാം, ഒരു 3 പീസായിട്ടാണ് വരാം. അപ്പോൾ അത് തേയ്മാനം ഉണ്ട്, അതൊന്നും മാറ്റിയിട്ടേക്കാം. അതല്ലെങ്കിൽ അത് കിടന്നടിച്ച് ഈ വീലൊക്കെ ഡാമേജ് വരാൻ സാധ്യതയുണ്ട്. പിന്നെ ക്ലച്ച് യൂണിറ്റും നമ്മൾ ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിലവിൽ ക്ലച്ചിനകത്ത് ആ ബുഷ് മാത്രം മാറ്റിയാൽ മതി. ബെൽറ്റിൻ്റെ കണ്ടീഷൻ നിങ്ങളുടെ ഉപയോഗം അനുസരിച്ചിട്ട് നിങ്ങളുടെ തീരുമാനത്തിന് വിട്ടേക്കാം, നോക്കിയിട്ട് പറയാം. പിന്നെ എൻജിൻ ഓയിൽ മാറ്റുന്നുണ്ട്. ബാറ്ററി നമുക്ക് ഇതിന്മേൽ ഇരിക്കുന്ന ബാറ്ററി വണ്ടി വന്നപ്പോൾ ഉള്ള ബാറ്ററിയാണ്, എക്സൈഡിൻ്റെ ബാറ്ററിയാണ്. ഞാനതിൻ്റെ വോൾട്ട് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തു. 12 വോൾട്ട് കാണിക്കുന്നുണ്ട്, 12.87 വരെ വന്നുണ്ട്.
മീറ്ററിനകത്ത് കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ലോഡ് ടെസ്റ്റ് നടത്തുന്ന സമയത്ത് 8.85 വരെയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 8.5 വോൾട്ടൊക്കെ ആകുമ്പോഴത്തേക്ക് കംപ്ലയിൻ്റ് ആവും. അപ്പോൾ വലിയ താമസമില്ലാണ്ട് കംപ്ലയിൻസിലേക്ക് വരും ബാറ്ററി കേട്ടോ. കംപ്ലയിൻറ്റ് കാണിച്ചിട്ട് മാറ്റിയാൽ മതി. നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തെന്നുള്ളൂ. പിന്നെ എൻജിൻ ഹെഡിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്തു. ഇവിടെ നിലവിൽ ചെറിയൊരു ലീക്ക് പോലെ തുടങ്ങിയിട്ടുള്ളൂ. അതിന് വേണ്ടി ഇപ്പോൾ അഴിക്കണ്ട. നെക്സ്റ്റ് ടൈം അടുത്ത സർവീസിൽ നമ്മൾ നോക്കാം. കൂടുതൽ പ്രശ്നം എന്തെങ്കിലും കാണിക്കുകയാണെങ്കിൽ അടുത്ത സർവീസിൽ ചെയ്താൽ മതി. പിന്നെ നമുക്ക് ആ മിസ്സിങ്ങിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞല്ലോ. സാധാരണ ഈ മിസ്സിങ് പ്രോബ്ലം പറഞ്ഞ ലക്ഷണം വെച്ച് നോക്കുമ്പോൾ മിസ്സിങ് കംപ്ലയിൻറ്റ് വന്നതിൻ്റെ 2 റീസണാണ് ഒന്നുള്ളത്. ഒന്ന് അതിരിക്കുന്ന ഹൈ ടെൻഷൻ കോയിൽ എന്ന് പറയും. HT കോയിൽ, പ്ലഗിലേക്ക് പവർ സപ്ലൈ ചെയ്യുന്ന കോയിലാണ്. ആ കോയിൽ അത്യാവശ്യം ഹീറ്റിംഗ് ആയി കഴിയുമ്പോൾ ഒരു ചെറിയ ഷോട്ടിങ് പോലെ കാണിച്ചിട്ടാണ് കംപ്ലയിൻറ്റ് വരാറ്. സാധാരണ വന്നത് ആ രീതിയിലാണ് കാണിക്കാറ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിരിക്കുന്ന ഫ്യൂൽ പമ്പിൻ്റെ ഫിൽറ്റർ. ഇതാണ് ഫ്യൂൽ പമ്പ് വന്നത്. അതിൻ്റെ ഫിൽറ്ററും ഈ പറഞ്ഞ രീതിയുടെ ചില കേസിൽ കംപ്ലയിൻറ്റ് കാണിക്കാറുണ്ട്. അപ്പോൾ ഫ്യൂൽ പമ്പൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇടയ്ക്ക് അഴിച്ചിട്ട്, ഇപ്പോൾ ഈ എയർ ഫിൽറ്റർ പോലെയൊക്കെ തന്നെയാണ് ഫ്യൂൽ പമ്പിനകത്ത് ഫിൽറ്റർ വന്നുണ്ട്. അത് നമ്മൾ ഇടയ്ക്ക് അഴിച്ച് മാറ്റേണ്ടതാണ്. അപ്പോൾ അത് സാധാരണ രീതിയിലൊക്കെ ഒരു 30,000-ലൊക്കെ മാറ്റേണ്ടി വരാറ്. ചിലതേക്ക് മുമ്പ് വരാറുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന പെട്രോളിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിരിക്കുകയും. അപ്പോൾ അത് വേണമെങ്കിൽ ഫിൽറ്ററും കൂടി നമ്മൾ ഉൾപ്പെടുത്തി അത് മാറ്റാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂൽ പമ്പിൻ്റെ കംപ്ലയിൻറ്റും കൊണ്ടും ഈ പറഞ്ഞ രീതിയിലുള്ള കംപ്ലയിൻറ്റ് സാധാരണ കാണിക്കാറുണ്ട്. ഫ്യൂൽ പമ്പ് ഏകദേശം നമുക്ക് ഫിൽറ്റർ നമ്മൾ ഏകദേശം ഇടയ്ക്ക് നമ്മൾ മാറ്റേണ്ട ഒരു ഐറ്റമാണ്. അപ്പോൾ അതുകൊണ്ട് അത് മാറ്റിയാലും നഷ്ടം വിചാരിക്കേണ്ട കേസില്ല. HT കോയിൽ ഈ പറഞ്ഞ രീതിക്ക് ഏകദേശം ഒരു 300 കൊടുത്താണ് നമുക്ക് ആ കോയിൽ അസംബ്ലിക്ക് വരാം. ആ കോയിൽ മാറ്റി വെച്ചിട്ട് ഓടിച്ച് നോക്കേണ്ടതായിട്ട് വരും. ഇത് മാറ്റി വെച്ചിട്ട് ഓൾറെഡി നിങ്ങൾ യൂസ് ചെയ്യുക. അതിനുശേഷം കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിലാണ് അടുത്ത സ്റ്റെപ്പ് നമ്മൾ ചെക്ക് ചെയ്യേണ്ട കേസുള്ളൂ. നമ്മൾ OBD കണക്ട് ചെയ്ത് നോക്കുമ്പോൾ പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും തന്നെ കാണിക്കുന്നില്ല. അപ്പോൾ ശരിക്കും ഒന്നുമല്ല കോയിൽ അസംബ്ലി തന്നെ വരാനാണ് സാധ്യത. അപ്പോൾ നമ്മളൊരു ഊഹം വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഓൾറെഡി നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കംപ്ലയിൻറ്റ് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ 100% അത് തന്നെയാണോ കംപ്ലയിൻറ്റ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല. പറഞ്ഞ ലക്ഷണങ്ങൾ വെച്ചിട്ടും എനിക്ക് മുമ്പ് പല വണ്ടികൾക്കും കിട്ടിയേക്കണ കംപ്ലയിൻറ്റ്സ് ആയതുകൊണ്ടുമാണ് നമ്മൾ ഈ 2 ഐറ്റം ചേഞ്ച് ചെയ്യാൻ പറയണതിൻ്റെ റീസൺ. അത് പ്ലഗിലേക്ക് വന്ന ഈ കോയിൽ അസംബ്ലി മാറ്റി വെക്കാൻ പറയണതിൻ്റെ ഒരു റീസൺ. ഫ്യൂൽ പമ്പിൻ്റെ ഫിൽറ്റർ മാറ്റാൻ പറയുന്നത് നിങ്ങൾക്ക് എങ്ങനെ നോക്കിയാലും കുറച്ചുകൂടി കഴിഞ്ഞാൽ അത് അഴിച്ച് മാറ്റേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് എന്തെങ്കിലും ചെയ്യേണ്ട വർക്കാണ്. അപ്പോൾ അത് വേണമെങ്കിൽ കുറച്ച് നേരത്തെ ചെയ്യാം എന്നാണ് ഫ്യൂൽ പമ്പ് ഫിൽറ്റർ മാറ്റുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ 100% ഈ കംപ്ലയിൻറ്റ് ഇതിനകത്തുനിന്ന് മാറുമെന്ന് നമ്മൾ പറയണില്ല. കാരണം ഓൾറെഡി നമ്മൾ കംപ്ലയിൻറ്റ് കിട്ടിയിട്ടില്ല. അപ്പോൾ സാഹചര്യ ലക്ഷണം വെച്ച് നോക്കുമ്പോൾ സാഹചര്യത്തിൻ്റെ ആ പറഞ്ഞ കംപ്ലയിൻസിൻ്റെ ഒരു ലക്ഷണം വെച്ച് നോക്കുമ്പോൾ ഇത് തന്നെ ആവാനാണ് 99% സാധ്യത. അപ്പോൾ ആ രീതിയിലാണ് നമുക്ക് ആ വർക്ക് നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് ഞാൻ വാട്സാപ്പിൽ ഉൾപ്പെടുത്തുന്നത് കേട്ടോ. എസ്റ്റിമേറ്റും അതിൻ്റെ വാട്സാപ്പിനകത്തേക്ക് ഇട്ട് തരാം. അപ്പോൾ അത് കണ്ടതിന് ശേഷം നമ്മൾ നോക്കിയിട്ട് റിപ്ലൈ ഇട്ടാൽ മതി. അതും പ്രകാരം നമുക്ക് ചെയ്യാം. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഭാഗം കൂടി നമ്മൾ കൂട്ടത്തേക്ക് അഴിക്കും. സർവീസിൻ്റെ ഭാഗമായിട്ട് ഫ്രണ്ട് വീലും കൂടി അഴിച്ച് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യും. ബ്രേക്ക് ലൈനറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. ഫ്രണ്ട് ലൈനറൊക്കെ അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കാനുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് ക്യാമ് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആക്കാം. പിന്നെ ഫ്രണ്ട് വീലിൻ്റെ ബെയറിംഗ് ഒക്കെ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ടയർ ഒരല്പം തേമാനം റൈറ്റ് സൈഡ് കാണിക്കുന്നുണ്ട്. അത് കോമൺ ആയിട്ട് എല്ലാ സ്കൂട്ടർ മോഡൽ വണ്ടികളിലും കാണുന്നൊരു കംപ്ലയിൻ്റാണ്, പ്രത്യേകിച്ച് ഹോണ്ട ഹീറോ വണ്ടികളിൽ. അപ്പോൾ അതൊരു കംപ്ലയിൻ്റായിട്ട് പരിഗണിക്കേണ്ട കേസില്ല. പ്രത്യേകിച്ച് നമ്മളതിൻ്റെ ഫോർക്കിൻ്റെ ഭാഗത്തൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു. വേറെ ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല. 2 ഫോർക്കും ഭാഗങ്ങളും ചെക്ക് ചെയ്തു. വേറെ ലീക്ക് കാര്യങ്ങളൊന്നുമില്ല. ബെയറിങ്ങിൻ്റെ ഭാഗങ്ങളിൽ ഹാൻഡിൽ ബെയറിങ്ങിന് വേറെ കംപ്ലയിൻറ്റ്സ് അങ്ങനെ പ്രോബ്ലമായിട്ടുള്ളതായിട്ട് കാണുന്നില്ല. അലൈൻമെൻറ്റിലും വേറെ പ്രോബ്ലംസ് ഇല്ല. അപ്പോൾ ടയറിൻ്റെ പ്രോബ്ലം കൊണ്ട് തന്നെയാണ് സാധാരണ രീതിയിൽ വരാറ്. അപ്പോൾ പരമാവധി ഓടിയതിന് ശേഷം ടയർ മാറ്റി കളഞ്ഞാൽ മതി. അപ്പോൾ അത് ഇപ്പോൾ മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഓൾറെഡി ഞാൻ കംപ്ലയിൻറ്റ് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ എന്ന് പറഞ്ഞുള്ളൂ. ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ സൈഡൊക്കെ കുറച്ചുകൂടി ഉണ്ട്. ഈ ഭാഗം തീർന്നിരിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും സ്പാർക്ക് പ്ലഗൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് ഇടുന്നുണ്ട്. നമുക്ക് എയർ ഫിൽറ്ററും പ്ലഗും കൂടി മാറ്റേണ്ടത്. അത് നമുക്ക് അടുത്ത സർവീസിൽ വേണമെങ്കിൽ നോക്കിയിട്ട് ചെയ്യാം. അത് ഓരോ 10,000-ലാണ് ശരിക്കും ചെയ്തു പോകേണ്ടത്. മാറ്റുമ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് മാറ്റിയിടണം. കമ്പനിയായിട്ട് ഒറിജിനൽ പാർട്സ് ഇടാനായിട്ടും ശ്രദ്ധിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിനകത്ത് ജനറൽ സർവീസിൽ നമ്മളിപ്പോൾ ചെയ്യുന്ന വർക്കുകൾ എന്ന് പറയുമ്പോൾ 2 ബ്രേക്കിൻ്റെ ഭാഗമൊക്കെ കഴിക്കും. ക്ലച്ച് അഴിച്ച് ഗ്രീസിങ് അതൊക്കെ ജനറൽ സർവീസിൽ വന്ന വർക്കുകളാണ്. പ്ലഗ് ക്ലീനിങ്, അതേപോലെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഭാഗം ആ വീലൊക്കെ അഴിക്കും. അതൊക്കെ ക്ലച്ചിൻ്റെ ഭാഗമൊക്കെ വന്നത് ജനറൽ സർവീസിൽ വന്ന കേസുകളാണ്. പക്ഷേ ഫ്യൂൽ പമ്പ് അഴിച്ച് ക്ലീനിങ് അഡീഷണൽ വർക്കായിട്ട് തന്നെയാണ്. അത് നമുക്ക് കുറച്ചും കൂടി സമയം കൂടുതലായിട്ട് എടുക്കും ചെയ്യേണ്ടി വരുമേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ലേബർ ചാർജിൽ ചെറിയ വേരിയേഷൻസ് വരും. HT കോയിൽ മാറിലൊക്കെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഉൾപ്പെടുത്തി ചെയ്യാം. അപ്പോൾ അതും കൂടിയും ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റാണ് വാട്സാപ്പിൽ ഇടണേ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള എസ്റ്റിമേറ്റ് ഞാൻ വാട്സാപ്പിലേക്ക് തരാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്തേക്കാം. അതും പ്രകാരം നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ.
അതിനകത്ത് നമുക്ക് ജനറൽ സർവീസ്, വാട്ടർ സർവീസ് വേണ്ടാന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ബാക്കിയത്തെ വർക്കുകളാണ് നമ്മളത് ഉൾപ്പെടുത്തണേ. അപ്പോൾ ഡീറ്റെയിൽ വാട്സാപ്പിൽ ഇട്ടേക്കാം. വീഡിയോ കണ്ടുകഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്തു.